പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. നമ്മുടെ യേശു കർത്താവ് പറഞ്ഞ ഒരു വചനം മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ ആവശ്യങ്ങളെ അറിയുന്നവനായ ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന എത്ര പേര് ഇന്ന് ഭൂമിയിലുണ്ട്? നമ്മളൊക്കെ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ്, ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. ഈ നമ്മളുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളോ അറിയാവുന്ന എത്ര പേര് നമ്മുടെ ഈ ഭൂമിയിലുണ്ട്? നമുക്ക് ഒരുപാട് സ്നേഹിതർ കാണും. നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അവർ നമ്മെ സ്നേഹിക്കുന്നു, അവർ നമ്മുടെ കൂടെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ അറിയുന്ന എത്ര പേരുണ്ട്? അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവരാരും ഈ ഭൂമിയിലില്ല. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നതിന് ചില പരിമിതികളുണ്ട്. മക്കൾക്ക് മാതാപിതാക്കന്മാരുടെ ആവശ്യങ്ങൾ അറിയുന്നതിന് പരിമിതികളുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം ആവശ്യങ്ങൾ അറിയുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ എല്ലാത്തിനും ഉപരിയായി പരിമിതികളില്ലാതെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അറിയുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ അറിയുക. അതുകൊണ്ടാണ് യേശു കർത്താവിടെ പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ സകല ആവശ്യങ്ങളും അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അതറിയുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പത്രോസും ശിഷ്യന്മാരും രാത്രി മുഴുവനും അധ്വാനിച്ചു. ഒന്നും കിട്ടാതെ, ഒരു മീൻ പോലും കിട്ടാതെ വല കഴുകി പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പടകിൽ ചെന്ന് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ഒരു കർത്താവ്. ശിഷ്യന്മാരുടെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് പ്രവർത്തിച്ച കർത്താവ്. വിശുദ്ധ വേദപുസ്തകത്തിലെ സുവിശേഷങ്ങൾ ആകമാനമായി നാം പഠിക്കുമ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ആവശ്യങ്ങളും നിലവുകളും അറിഞ്ഞു പ്രവർത്തിച്ച ഒരു കർത്താവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ എന്താണോ അത് സാധ്യമാക്കി നൽകുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേക നാളുകളായി നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. നിങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിങ്ങൾ കഴിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുക. വിശ്വസിക്കാൻ കഴിയൂ? നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്? എത്രയധികം വേദനാജനകമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്? നിങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന മനോവിഷമം എന്താണോ, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന മനോവിഷമം എന്താണോ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം എത്ര വലിയതാണോ അതൊക്കെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് പലകാലം ആ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ പോകുകയാണ്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് തീൻ കൊടുക്കുകയും കാട്ടിലെ മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ എത്ര പേര് കർത്താവിൽ ഒന്ന് വിശ്വസിക്കും? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പി എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇരിക്കുന്ന ഒരു കർത്താവ്. നമുക്കുള്ളതെല്ലാം കരുതി വച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്, ഭൂമിയിലുള്ളതല്ല. ആകയാൽ സ്വർഗത്തിലുള്ളത് തന്ന് നമ്മെ പരിപോഷിപ്പിക്കുന്നവനായ ഈ ഒരു നല്ല കർത്താവിൽ വിശ്വാസം അർപ്പിക്കുമോ? എങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും ദൈവം നിറവേറ്റി തരാൻ പോകുകയാണ്. മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ ദൈവം നടത്തി തരാൻ പോകുകയാണ്. വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ ദൈവം നടത്തി തരാൻ പോകുകയാണ്. നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യങ്ങൾ, നിങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ സാമ്പത്തിക കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? പാപബന്ധനത്തിലായി ഭാവിയായി ജീവിക്കുന്നു, എങ്ങനെ പാപബോധനം ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ? യേശു നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് ഇന്ന് പകൽക്കാലം പ്രവർത്തി ഈ കർത്താവിന്റെ കരത്തിലേക്ക് നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു യേശുവിന്റെ അടുത്തേക്ക് അടുത്തു വരിക.
ഈ നല്ലവനായ കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിച്ചു നൽകും. അതേ, ഇന്ന് പകൽക്കാലം ഈ വചനം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. ആകയാൽ ഈ വചനം നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിനോട് ചേർന്ന് ദൈവസനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം അറിയും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതേ, നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിനോട് പറയുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ താഴെ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ എന്നെ വിളിക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കും. ദൈവം വിശ്വസ്തനാണ്. കർത്താവിനോട് ചേർന്ന് ജീവിക്കാം. നല്ലൊരു പകൽവേള, നല്ലൊരു സമയം, നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.